ലെറ്റർ സസസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എസ്റ്ററുകൾക്ക് ഒന്ന് നെയിം ഇടാൻ നാമകരണം ചെയ്യാൻ പഠിച്ചാലോ? അപ്പോൾ ഇവയെ ആദ്യം എന്താ ഈ കാർബോക്സിലിക് ആസിഡിനെ എന്താ പറയുന്നത്? എത്തനോയിക് ആസിഡ് എന്ന്. എന്താണ് വിളിക്കുന്നത്? എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ്. ഇവയെ എന്താ വിളിക്കുന്നത്? പ്രൊപ്പനോൾ എന്ന് വിളിക്കാം. 3 കാർബൺ ആറ്റം OH ഗ്രൂപ്പ് വരുമ്പോൾ പ്രൊപ്പനോള്. അപ്പോൾ ഇതിനെ പ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് വിളിക്കാം. CH3, CH2, CH2 ആൽക്കൈൽ ഗ്രൂപ്പുകൾ മാത്രമാണെങ്കിൽ നമ്മൾ അതിനെ പ്രൊപ്പൈൽ എന്നാണ് വിളിക്കുന്നത്. OH വരുമ്പോഴാണ് അത് ആൽക്കഹോളായി മാറുന്നത്. അപ്പോൾ പ്രൊപ്പൈൽ ആൽക്കഹോൾ എന്നും നമുക്ക് വിളിക്കാം. പ്രൊപ്പൈൽ ആൽക്കഹോൾ എന്നും വിളിക്കാം. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഇതിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ പോകുന്നു. COHലെ Hഉം കാർബോക്സിയൽ ഗ്രൂപ്പിലെ Hഉം ഹൈഡ്രോക്സിയൽ ഗ്രൂപ്പിൽ OHഉം കൂടെ ചേർന്ന് വാട്ടർ ജലം മാറുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് CH3 CO സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH3. ഇനി ഇതിൻ്റെ നെയിമിംഗ് ആണ് നോക്കുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ ആൽക്കഹോളിൻ്റെ പ്രൊപ്പൈൽ എടുക്കുന്നു. പ്രൊപ്പൈൽ ആദ്യം ആൽക്കഹോളിൻ്റെ നെയിമാണ് നമ്മൾ എഴുതുന്നത്. ആൽക്കഹോളിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രം നമ്മൾ എഴുതുന്നുള്ളൂ. ആൽക്കൈൽ ഗ്രൂപ്പ് എഴുതുന്നു. പ്രൊപ്പൈൽ. ആൽക്കഹോളിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രം എഴുതുക ആദ്യം. പ്രൊപ്പൈൽ. അതിന് ശേഷം നമ്മുടെ കാർബോക്സിലിക് ഗ്രൂപ്പിൻ്റെ പേരും കൂടെ ചേർത്താണ് എഴുതുന്നത്. കാർബോക്സിലിക് ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? എത്തനോയിക് ആസിഡാണ്. ഇതിലെ എത്തനോ വരെ എഴുതുക. അപ്പോൾ ETHANO എന്നിട്ട് അവസാനം 8 എന്നും കൂടെ എഴുതുക. എത്തനോയേറ്റ്. AT. ഇങ്ങനെയാണ് എസ്റ്ററിൻ്റെ നെയിം എഴുതുന്നത്. എത്തനോയേറ്റ്. ഇങ്ങനെയാണ് എസ്റ്ററുകളുടെ നെയിം എഴുതുന്നത്. ആദ്യം നമ്മുടെ ആൽക്കഹോളിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ നെയിം എഴുതുക. അപ്പോൾ ഇവിടുത്തെ പ്രൊപ്പൈൽ. ഇനി നമ്മുടെ കാർബോക്സിലിക് ആസിഡിൻ്റെ നെയിമിൻ്റെ പകുതി വരെ എത്തനോ വരെ മതി. ഇത്രയും മതി. എത്തനോ മതി. അതിൻ്റെ അവസാനം 8ഉം കൂടെ ചേർക്കുക. 8 നമ്മൾ മറ്റേ ഈറ്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ തിന്നുന്നേ? 8 കഴിച്ചിരുന്നു. ആ 8 ചേർക്കുക. എത്തനോയേറ്റ്. AT. അതാണ് നമ്മൾ എസ്റ്റർ എഴുതുന്ന രീതി. അപ്പോൾ അടുത്തൊരു എസ്റ്റർ ഫോർമേഷനാണ് CH3 ഏകബന്ധനം CH2 സിംഗിൾ ബോണ്ട് COH പ്ലസ് HO CH3. അപ്പോൾ ഇതിൽ OHഉം Hഉം കൂടെ ചേർന്ന് വാട്ടർ മോളിക്യൂൾ നീക്കം ചെയ്യുന്നു. CH3 CH2 COO CH3. ഇതായിരിക്കുമല്ലോ നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആൽക്കഹോൾ ഇതാണ്. ഇതെന്താണ്? മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെത്തനോൾ എന്നും വിളിക്കാം. ഇനി എന്താ വിളിക്കാം? മീഥൈൽ ആൽക്കഹോൾ എന്ന് വിളിക്കാം. ഇതിൻ്റെ പേരെന്താണ്? 3 കാർബൺ വരുമ്പോൾ ഇത് പ്രൊപ്പനോയിക് ആസിഡ്. ഇത് മീഥൈൽ ആൽക്കഹോൾ അല്ലെങ്കിൽ മെത്തനോൾ നമ്മൾ പറയും. ഇതിനെ മീഥൈൽ ആൽക്കഹോൾ എന്നും വിളിക്കുന്നു. അതിനുശേഷം നമ്മൾ നെയിം ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്? ആൽക്കഹോളിൻ്റെ ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ നെയിമാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ മീഥൈൽ. അതിനുശേഷം നമ്മൾ കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രൊപ്പനോയിക് ആസിഡാണ്. അതിൻ്റെ പ്രൊപ്പനോ വരെ മതി. പ്രൊപ്പനോ. എസ്റ്റർ ആയതുകൊണ്ട് 8ഉം കൂടെ ചേർക്കുന്നു. പ്രൊപ്പനോയേറ്റ് എന്ന് കിട്ടും. മീഥൈൽ പ്രൊപ്പനോയേറ്റ് എന്ന് കിട്ടും നമുക്ക്. എന്താണ്? മീഥൈൽ പ്രൊപ്പനോയേറ്റ് എന്ന് കിട്ടും. വേറെ ഒരെണ്ണം നോക്കാം. ഇവിടെ നോക്കൂ. ഇവിടെ പ്രൊപ്പനോയിക് ആസിഡും പ്രൊപ്പൈൽ ആൽക്കഹോളുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ചേരുമ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടുന്നത്? നമ്മുടെ ആൽക്കഹോൾ ഗ്രൂപ്പിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പ് നോക്കുക. എന്താണ്? പ്രൊപ്പൈൽ അല്ലേ? പ്രൊപ്പൈൽ. ഇനി നമ്മുടെ കാർബോക്സിലിക് ആസിഡിൻ്റെ നെയിം നോക്കുക. അപ്പോൾ അതിൽ നിന്ന് പ്രൊപ്പനോ വരെ എടുത്താൽ മതി. പ്രൊപ്പനോ. അവസാനം 8ഉം കൂടെ ചേർക്കുക. അപ്പോൾ പ്രൊപ്പനോയേറ്റ് എന്ന് കിട്ടും. പ്രൊപ്പൈൽ
ആദ്യം ആൽക്കഹോളിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്, അതിനുശേഷം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ കാർബോക്സിലിക് ആസിഡിൻ്റെ നെയിമിൽ നോ വരെ ചേർത്താൽ മതി. നോ അത് ഓർക്കാമല്ലോ, പ്രൊപ്പനോ എത്തനോ അത് മാത്രം എടുക്കുക, അതിൻ്റെ കൂടെ 8 കൂടെ ചേർക്കുക. അപ്പോൾ പ്രൊപ്പനോയേറ്റ് എന്ന് വരും, എത്തനോയേറ്റ് എന്ന് വരും, ബ്യൂട്ടനോയേറ്റ് എന്ന് വരും, പ്രൊപ്പനോയേറ്റ് എന്ന് വരും. 8 വേണം അവസാനം ചേർക്കാൻ. എസ്റ്റർ ആകുമ്പോൾ 8 എന്നാണ് അവസാനം ചേർക്കുന്നത്, മറന്നുപോയത്. പ്രൊപ്പനോയേറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ എസ്റ്ററിൻ്റെ നെയിമിങ് നടത്തുന്നത്. നമുക്ക് വിലയിരുത്താനുള്ള ചോദ്യങ്ങൾ നോക്കാം. ലെറ്റസ് അസസിലെ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സിറ്റുവേഷൻ ഈസ് മീഥെയിൻ കൺവേർട്ടഡ് ടു ക്ലോറോമീഥെയിൻ? ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് മീഥെയിൻ ക്ലോറോമീഥെയിൻ ആക്കി മാറ്റുന്നതിനുള്ള സാഹചര്യം എന്ത്? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച റിയാക്ഷനാണ് അല്ലേ? അത് നമുക്ക് ഒന്നും നോക്കണ്ട. ക്ലോറിനും സൺലൈറ്റും കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് മീഥെയിനെ എന്താക്കി മാറ്റാം? ക്ലോറോമീഥെയിൻ ആക്കി മാറ്റാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ്, ക്ലോറിൻ പ്ലസ് സൺലൈറ്റ് എന്നുള്ളത്. ക്ലോറിൻ പ്ലസ് സൺലൈറ്റ് ഉള്ളത്. ബി റൈറ്റ് ദി നെയിം ഓഫ് സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ. ഇത്തരം രാസപ്രവർത്തനങ്ങളുടെ പേരെന്താണ്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച റിയാക്ഷൻ്റെ നെയിം എന്തായിരുന്നു? ആദേശ രാസപ്രവർത്തനം. ആദേശ രാസപ്രവർത്തനം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആദേശ രാസപ്രവർത്തനം അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. രണ്ടാം ചോദ്യം, ഹൗ മെനി ഹൈഡ്രജൻ മോളിക്യൂൾസ് ആർ റിക്വയർഡ് ടു കൺവേർട്ട് CH ട്രിപ്പിൾ ബോണ്ട് CH ഈഥൈൻ ടു ഈഥെയിൻ? ഈഥൈനെ ഈഥെയിൻ ആക്കി മാറ്റണമെങ്കിൽ എത്ര ഹൈഡ്രജൻ തന്മാത്രകൾ വേണം? ഇവിടെ നോക്കൂ, ഈ കെമിക്കൽ റിയാക്ഷൻ നോക്കൂ. CH ട്രിപ്പിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2 ആവണമെങ്കിൽ ഒരു ഹൈഡ്രജൻ തന്മാത്ര വേണം, ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ വേണം. എന്നാലേ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം ദ്വയബന്ധനമായി ഡബിൾ ബോണ്ടായി മാറത്തുള്ളൂ. പിന്നീട് അതിനെ സിംഗിൾ ബോണ്ട് ഏകബന്ധനമാക്കി മാറ്റണമെങ്കിൽ ഈഥൈനെ ഈഥെയിനാക്കി മാറ്റണമെങ്കിൽ ഒരു ഹൈഡ്രജൻ തന്മാത്ര മോളിക്യൂളും കൂടെ ആവശ്യമാണ്. അപ്പോൾ മൊത്തത്തിൽ എത്ര ഹൈഡ്രജൻ തന്മാത്ര വേണം? 2 ഹൈഡ്രജൻ തന്മാത്ര വേണം. രാസസമവാക്യം കൊടുത്തിട്ടുണ്ട്. ഒറ്റ റിയാക്ഷനിൽ നമുക്ക് എഴുതാം CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2H2 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? C2H6. CH3 സിംഗിൾ ബോണ്ട് CH3 അഥവാ C2H6 കിട്ടും. ഇത് ഏത് റിയാക്ഷനാണ്? അഡീഷൻ റിയാക്ഷൻ. ഏതാണ്? അഡീഷൻ രാസപ്രവർത്തനം. അടുത്ത മൂന്നാമത്തെ ചോദ്യം സമവാക്യം പൂർത്തീകരിക്കാനാണ്, ഈ കെമിക്കൽ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ്. CH ട്രിപ്പിൾ ബോണ്ട് CH ത്രിബന്ധനം CH പ്ലസ് HCl, ഒരു ഹൈഡ്രജൻ ഒരു കാർബൺ ആറ്റത്തിലേക്ക് പോകുന്നു, Cl അടുത്ത കാർബൺ ആറ്റത്തേക്ക് പോകുന്നു അല്ലേ? അപ്പോൾ എങ്ങനെ കിട്ടും പ്രോഡക്റ്റ്? CH2 ട്രിപ്പിൾ ബോണ്ട് എന്തായി മാറുന്നു? ഡബിൾ ബോണ്ട് ദ്വയബന്ധനമായി മാറുന്നു. CH-Cl എന്ന് വരും. CH2 ഡബിൾ ബോണ്ട് CH-Cl. ഇതാണ് നമുക്ക് കിട്ടുന്ന A എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പോൾ ഈ തന്മാത്രയുടെ IUPAC നാമം എന്താണ് നോക്കാം. Cl ഫസ്റ്റ് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഇതിനെ ക്ലോറോ ഈഥീൻ എന്നും വിളിക്കാം. നമ്മൾ നേരത്തെ പഠിച്ച പോളിമറിൽ പഠിച്ച ഒരു കോമ്പൗണ്ട് ആയത് വിനൈൽ ക്ലോറൈഡ്. എന്താണ്? വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡ് കിട്ടിയ A എന്തായിരുന്നു? വിനൈൽ ക്ലോറൈഡ് ആയിരുന്നു. ഇതായിരുന്നു A ആയിട്ട് കിട്ടിയതാണ് ഇത്. അതിനെ നമ്മൾ പോളിമറൈസേഷൻ ചെയ്യുന്നു. A പോളിമറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്, നമ്മളെങ്ങനെ എഴുതുന്നത്? ഡബിൾ ബോണ്ട് മാറ്റി ആദ്യമുള്ളത് എഴുതുക, അതിന് ശേഷം ഈ കാർബണിൻ്റെ 2 സൈഡിലും ഓരോ സിംഗിൾ ബോണ്ട് ഇടുക, ബ്രാക്കറ്റ് ഇടുക, എന്നിട്ട് N എഴുത്ത് ഇവിടെ താഴെ എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് എഴുതുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ B. അപ്പോൾ ഈ ബിയുടെ പേരെന്താ? വിനൈൽ ക്ലോറൈഡിൻ്റെ കൂടെ പോളിമറൈസേഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു നെയിം എഴുതുന്നത് എങ്ങനെയാണെന്ന്? പോളി എന്നും കൂടെ ചേർക്കണം. അപ്പോൾ എന്ത് വരും? പോളി വിനൈൽ ക്ലോറൈഡ് അഥവാ PVC. അപ്പോൾ ഈ റിയാക്ഷൻ എന്താണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ ആണല്ലേ. ഇത് ഏതിൽ വരുന്നത്? അഡീഷൻ പോളിമറിൽ വരുന്നതാണ് അല്ലേ? ഓർത്തോളൂ, ഇത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. അത് ഏത് വിഭാഗത്തിൽ വരുന്നതാണ്? അഡീഷൻ പോളിമറിൽ വരുന്നതാണ്. ഈ രാസപ്രവർത്തനങ്ങൾ ഓരോന്ന് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ടു വിച്ച് കാറ്റഗറി ഡസ് ഈച്ച് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻസ് ബിലോങ്? ആദ്യത്തെ അഡീഷൻ റിയാക്ഷൻ അല്ലേ? ആദ്യത്തെ ഏതാണ്? അഡീഷൻ റിയാക്ഷനിൽ തന്നെയാണ് ഉൾപ്പെടുന്നത്, അഡീഷൻ റിയാക്ഷൻ. അടുത്തത് N വരുമ്പോഴേ അത് നമുക്കറിയാം അത് ഏതാണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ. ഏതാണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ. പോളിമറൈസേഷൻ റിയാക്ഷനാണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നതിൽ പാചകപാത്രങ്ങളുടെ ഉൾവശത്ത് ആവരണം നൽകാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏത്? വിച്ച് ഓഫ് ദി ഗിവൻ പോളിമേഴ്സ് ഈസ് യൂസ്ഡ് ടു കോട്ട് ദി ഇന്നർ സർഫസ് ഓഫ് കുക്ക് വെയർ? ഏതാണ്? ടെഫ്ലോൺ. ഏതാണ്?
ടെഫ്ലോൺ ആണ് ഉപയോഗിക്കുന്നത്. ടെഫ്ലോണിനെ നമുക്ക് അഥവാ പോളി ടെട്രാ ഫ്ലൂറോ ഈഥീൻ എന്ന് വിളിക്കാം. അപ്പോൾ അതിൻ്റെ മോണോമർ എന്താണ്? ടെട്രാ ഫ്ലൂറോ ഈഥീൻ. ടെഫ്ലോണിൻ്റെ മോണോമർ എന്താണ്? ടെട്രാ ഫ്ലൂറോ ഈഥീൻ. അഞ്ചാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദി ഫോളോയിങ് ഈസ് എ കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ പോളിമർ ഏതാണ്? നൈലോൺ 66. നമ്മൾ ഇക്വേഷനൊക്കെ എഴുതി പഠിച്ചില്ല, അതാണ് നൈലോൺ 66 ആണ് കണ്ടൻസേഷൻ പോളിമർ. ബാക്കി രണ്ടും അഡീഷൻ പോളിമറുകളാണ്. ഏതൊക്കെയാണ് മോണോമറുകൾ നൈലോൺ 66ൻ്റെ? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡയമീനുമാണ് നമ്മുടെ നൈലോൺ 66ൻ്റെ മോണോമറുകൾ. രണ്ടാമത്തെ ചോദ്യം, നമുക്കൊരു രാസപ്രവർത്തനം കെമിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനത്തിൽ ABCD ഇവ ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ്. നമ്മളിത് പഠിച്ചതന്നെ എത്തനോളിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചതാണ് ഈ ഇക്വേഷൻസ് എല്ലാം. അപ്പോൾ ഈ A എന്താണെന്നും B എന്താണെന്നും C എന്താണെന്നൊക്കെ D എന്താണെന്നൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഷുഗർ സൊല്യൂഷനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു, അതിൻ്റെയോടൊപ്പം ഈസ്റ്റ് ആഡ് ചെയ്യുന്നു. ഈസ്റ്റിലുള്ള ഇൻവെർട്ടേഴ്സ് എന്ന് പറയുന്ന എൻസൈം ഇതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. അതിനുശേഷം ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും സൈമേഴ്സ് എന്ന എൻസൈം എത്തനോളും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചിരുന്നു. പഞ്ചസാര ലായനി അതിലേക്ക് ജലം ആഡ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അതിലുള്ള എൻസൈമാണ് ഇൻവെർട്ടേഴ്സ്. ഇതാണ് നമ്മുടെ A. അപ്പോൾ ഉണ്ടാകുന്നതാണ് ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഈ ഫ്രക്ടോസ് ആണ് അവിടെ B ആയിട്ട് എഴുതേണ്ടത്. അതിന് ശേഷം ഗ്ലൂക്കോസും ഫ്രക്ടോസിനെ സൈമേഴ്സ് എന്ന എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്തനോളും കാർബൺ ഡയോക്സൈഡും. C ആണ് സൈമേഴ്സ്, D ആണ് കാർബൺ ഡയോക്സൈഡ്. 2CO2 വരെ ഓർത്തോളുക. അപ്പോൾ എന്താണ് വാഷ്? ഈ രാസപ്രവർത്തന ഫലമായി ലഭിക്കുന്ന 8 മുതൽ 10% വരെ ഗാഢതയുള്ള എത്തനോൾ മിശ്രിതമാണ് വാഷ് എന്നറിയപ്പെടുന്നത്. 8 to 10% ethanol thus obtained is known as wash. എന്താണ് അതിനെ വിളിക്കുന്നത്? വാഷ്. ദെൻ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്താണ്? വാഷിനെ ആംശിക സ്വേദനത്തിന് വിധേയമാക്കുമ്പോൾ വെൻ വാഷ് ഈസ് സബ്ജക്റ്റ് ടു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ 95.6% ഓഫ് എത്തനോൾ ഈസ് ഒബ്റ്റെയിൻഡ്. 95.6% എത്തനോൾ ലഭിക്കുന്നു. ഇതിനെയാണ് നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ഡീനേച്ചറിങ് റെക്ടിഫൈഡ് സ്പിരിറ്റ്? റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ഡീനേച്ചർ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ടു പ്രിവെൻറ്റ് ഇറ്റ്സ് മിസ്യൂസ് ആസ് എ ബിവറേജ്. മദ്യമായി ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ് നമ്മൾ റെക്ടിഫൈഡ് സ്പിരിറ്റിനെ ഡീനേച്ചറിങ് ചെയ്യുന്നത്. ഏതൊക്കെ ആഡ് ചെയ്താണ് നമ്മൾ അതിനെ ഡീനേച്ചറിങ് ചെയ്യുന്നത്? മെത്തനോള്, പിരിഡിന്, റബ്ബർ ഡിസ്റ്റിലേറ്റ് ഒക്കെ ആഡ് ചെയ്താണ് നമ്മൾ എത്തനോളിലേക്ക് ആഡ് ചെയ്താണ് നമ്മൾ അതിനെ ഡീനേച്ചേർഡ് സ്പിരിറ്റാക്കി മാറ്റുന്നത്. മെത്തനോൾ, പിരിഡിൻ, റബ്ബർ ഡിസ്റ്റിലേറ്റ് തുടങ്ങിയവ ചേർത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള എത്തനോളിനെ ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് ആക്കുന്നത്. അടുത്ത ചോദ്യം, എത്തനോയിക് ആസിഡ് എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്നത്, വ്യാവസായികമായി നിർമ്മിക്കുന്നത്? എത്തനോയിക് ആസിഡ് ക്യാൻ ബി പ്രിപ്പയർഡ് ഇൻഡസ്ട്രിയലി ബൈ ട്രീറ്റിംഗ് മെത്തനോൾ വിത്ത് കാർബൺ മോണോക്സൈഡ് ഇൻ ദി പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. മെത്തനോളിനെ ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിച്ച് എത്തനോയിക് ആസിഡ് വ്യാവസായികമായിട്ട് നിർമ്മിക്കുന്നത്. സമവാക്യം നോക്കാം. CH3 സിംഗിൾ ബോണ്ട് OH പ്ലസ് CO ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് CH3 COOH എന്ന് പറയുന്ന എത്തനോയിക് ആസിഡ് അഥവാ അതിനെ നമുക്ക് അസറ്റിക് ആസിഡ് എന്നും വിളിക്കാം. അപ്പോൾ എത്തനോളിനെ നമ്മൾ അസറ്റോബാക്ടർ ബാക്ടീരിയ വെച്ച് ഫെർമെൻറ്റേഷൻ നടത്തുന്നു. ആ പ്രക്രിയയിൽ ഇൻ പ്രസൻസ് ഓഫ് എയറിൻ്റെ സാന്നിധ്യത്തിലാണ്, വായുവിൻ്റെ സാന്നിധ്യത്തിലാണ്. അപ്പോഴാണ് നമുക്ക് ലെസ് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള 5 to 8% എത്തനോയിക് ആസിഡ് കിട്ടുന്നത്. 5 മുതൽ 8% എത്തനോയിക് ആസിഡ്, വളരെ വീര്യം കുറഞ്ഞായിട്ടുള്ള എത്തനോയിക് ആസിഡാണ് അപ്പോൾ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ വിനാഗർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിനാഗിരി എന്ന് വിളിക്കുന്നത്. അവസാനത്തെ ചോദ്യം, CH3 COH പ്ലസ് CH3 സിംഗിൾ ബോണ്ട് OH ഗാഡ് H2SO4 കോൺസെൻട്രേറ്റഡ് H2SO4 CH3 CO സിംഗിൾ ബോണ്ട് CH3 പ്ലസ് H2O കിട്ടും. അപ്പോൾ സമവാക്യം പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അനലൈസ് ദി ഇക്വേഷൻ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ രാസപ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മൾ അവസാനം പഠിച്ച നെയിമാണ്. ഏതാണ്? എസ്റ്ററിഫിക്കേഷൻ. എസ്റ്ററിഫിക്കേഷൻ. ഇനി ഈ കിട്ടിയ എസ്റ്ററിൻ്റെ നെയിം എഴുതാം.
ആദ്യം നമുക്ക് റിയാക്റ്റൻസിൻ്റെ പേര് നോക്കാം. ഇതിൻ്റെ പേരെന്താണ്? എത്തനോയിക് ആസിഡ് അല്ലേ. ഇത് കാർബോക്സിലിക് ആസിഡ് ഉണ്ട്, 2 കാർബൺ ഉണ്ട്, അതുകൊണ്ട് ഇതിനെ എത്തനോയിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ മെത്തനോൾ എന്ന് വിളിക്കാം. ഇവിടെ നെയിം എഴുതാൻ വേണ്ടി നമ്മൾ ഇതിനെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേരിലാണ് എഴുതുന്നത്. അപ്പോൾ മീഥൈൽ ആൽക്കഹോൾ എന്നാണ് വരുന്നത്, മീഥൈൽ ആൽക്കഹോൾ. അപ്പോൾ ഇവിടെ എസ്റ്ററിൻ്റെ പേര് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ആൽക്കഹോളിൻ്റെ നെയിമാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ മീഥൈൽ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ മീഥൈൽ. ഇനി എത്തനോയിക് ആസിഡിൻ്റെ എത്തനോ വരെ മതി എന്ന് ഞാൻ പറഞ്ഞു, നോ വരെ മതി എന്ന്. അപ്പോൾ എത്തനോ അവസാനം 8, എത്തനോയിക്. അപ്പോൾ എങ്ങനെ നെയിം എഴുതുന്നത്? മീഥൈൽ ആൽക്കഹോളിൻ്റെ മീഥൈൽ മാത്രം, മീഥൈൽ. പിന്നെ എത്തനോയിക് ആസിഡിൻ്റെ എത്തനോ വരെ മാത്രം മതി, എത്തനോ. എസ്റ്ററായതിൻ്റെ അവസാനം എന്താ? 8 ചേർക്കാം, 8. ഇതാണ് ഇവിടുത്തെ എസ്റ്ററിൻ്റെ നെയിം, മീഥൈൽ എത്തനോയിക്. റൈറ്റ് എനി 2 യൂസസ് ഓഫ് എസ്റ്റർ. എസ്റ്ററിൻ്റെ 2 യൂസസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കാം. എസ്റ്ററുകൾക്ക് പൂക്കളുടെയും പഴങ്ങളുടെയും ഫ്ലവേഴ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സുഗന്ധമുള്ളത് കൊണ്ട് അവ നമ്മൾ ആർട്ടിഫിഷ്യൽ പെർഫ്യൂമിനൊക്കെ അല്ലെങ്കിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും. കൃത്രിമ പെർഫ്യൂമുകൾ ഉണ്ടാക്കാനും ജ്യൂസുകൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചാപ്റ്റർ 2 തീർന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ചാപ്റ്റർ 2ൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോസ് അത് 2 പാർട്ടേ ഉള്ളൂ, അത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ ലെറ്റേഴ്സ് അസസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.